നമ്മൾ ഗലാത്യ ലേഖനം അതിൻ്റെ 2 അധ്യായങ്ങൾ പഠിപ്പാൻ ദൈവം സഹായിച്ചു. വേഗത്തിൽ അതിനെ ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞോട്ടെ. ബൈബിളിലെ 48-ാമത്തെ അധ്യായം, 48-ാമത്തെ പുസ്തകം, 6 അധ്യായങ്ങൾ, 149 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം AD 49 സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് 1-ാം മിഷണറി യാത്രയിൽ ഇത് എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ മുഖ്യ പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. ക്രിസ്തുവിൽ, ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം, അതാണ് അത് ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1 നമുക്കത് കാണുവാൻ കഴിയും. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ച അധ്യായങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അതിൻ്റെ ചാപ്റ്റർ 1 and 2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1:1-11 അനദർ ഗോസ്പൽ, വേറൊരു സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൻ്റെ 1:12-26 ഗോസ്പൽ ദാറ്റ് ചേഞ്ച്ഡ് പോളിനെ രൂപാന്തരപ്പെടുത്തി തൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് എങ്ങനെയാണ് സുവിശേഷം തൻ്റെ ജീവിതത്തിൽ രൂപാന്തരത്തിലേക്ക്, ദൈവിക കൃപയിലേക്ക് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം വളരെ തൻ്റെ ജീവിതത്തിൽ നിന്ന് സംസാരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 2-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. അതിൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെ പോളിന്റെ ഡിഫൻസ് ആണ്. അപ്പോൾ തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ച് ദുർപ്രചാരണം ഉണ്ടായപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 2:11 മുതൽ 21 വരെ വാക്യങ്ങൾ പോളും പീറ്ററുമായിട്ടുള്ള ഒരു ഡിബേറ്റ്, വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിബേറ്റ് നമ്മൾ കാണുവാൻ കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ ഇനി 3-ാം അധ്യായത്തിലേക്ക് ഇന്ന് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മയക്കിക്കളയുന്ന അല്ലെങ്കിൽ വശീകരിച്ച് കളയുന്ന, ബി വിച്ച്ഡ്, ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൺസ് ഓഫ് ഏബ്രഹാം, അല്ലെങ്കിൽ ഹൗ ഗോഡ് ഈസ് മേക്കിംഗ് എ മൾട്ടി എത്നിക് ഫാമിലി, അല്ലെങ്കിൽ ദൈവം ഒരു മൾട്ടി എത്നിക് ഫാമിലിയിലേക്ക് വിശ്വാസത്തിലൂടെ എങ്ങനെയാണ് ദൈവജനത്തെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അബ്രഹാമിലൂടെയുള്ള വാഗ്ദത്തങ്ങളിലേക്ക് ലോകമെമ്പാടുമുള്ള ഏത് ജാതിയിൽ നിന്നും, വംശത്തിൽ നിന്നും, കുലത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു ദൈവകൃപയിലേക്ക് ആ ദൈവിക വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. അതിലൂടെ ഇന്നും അനേകർ രക്ഷയിലേക്ക് കടന്നു വന്ന് അബ്രഹാമിന്റെ പിന്തുടർച്ചയായി അബ്രഹാമിന് ദൈവം അന്ന് കൊടുത്ത വാഗ്ദത്തത്തിന് അനുകാരികളായി ഇന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ സുവിശേഷം കേട്ട് ദൈവകൃപയിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവർക്ക് അബ്രഹാമിലൂടെ ആ വാഗ്ദത്തങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇല്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? തീർച്ചയായും ഇവിടെ പോള് നേരിട്ട് ഒരു അഭിസംബോധനയോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനോ ഒന്നും പറയാണ്ട് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുക. അപ്പം നമുക്ക് അതിന് വളരെ ഏർജന്റ് ആയിട്ട് എന്തോ കാര്യം ഗലാത്യരോട് പറയുവാനുണ്ട്. അവിടെ ഒരു മുഖവരെയോ ഒരു ഇൻട്രൊഡക്ഷനോ ഒന്നും കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഈ രീതിയിലല്ല ഇടപെടുന്നത്. പക്ഷെ ഇവിടെ അവരോട് വിളിക്കുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. തീർച്ചയായും ദൈവദാസന്മാർ, നമുക്കറിയാം ദൈവസഭയിൽ എവിടെയാണെങ്കിലും അവര് പ്രസംഗത്തിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അഭിസംബോധന ചെയ്യും ദൈവസഭയെ അല്ലെങ്കിൽ കടന്നു വരും ദൈവമക്കളെ. ഒരിക്കലും ഇപ്രകാരമുള്ള ഒരു അഭിസംബോധന നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷേ അവിടെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും ഒരിക്കലും ഒരു ദൈവദാസൻ ചെയ്യാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സൗത്ത് ചേർച്ചിൽ ഞാൻ വന്ന് ഇതേപോലെ ബുദ്ധി ഇല്ലാത്ത സൗത്ത് ചേർച്ചിലെ ദൈവമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. തീർച്ചയായും ദൈവമക്കൾ അതിന് പ്രതികരിക്കാം, അല്ലെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായി തീരത്തില്ല. തീർച്ചയായിട്ടും
എന്നാൽ പോൾ അത് പറയുന്നതിന് വളരെ വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട്. പോള് പ്രസംഗിച്ച് സുവിശേഷം പറഞ്ഞ് ദൈവകൃപയിലേക്ക് വന്ന ദൈവമക്കളാണ് അവിടെയുള്ള ഗലാത്യർ. അവരെ അദ്ദേഹം മക്കളെ പോലെയാണ് കണ്ടിരുന്നത്. അതേപോലെ സ്നേഹമാണ് അവരോട്, അല്ലെങ്കിൽ അത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു. അപ്പൊ അവരുമായിട്ടുള്ളൊരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആ സ്നേഹത്തിൽ നിന്നും ഇവര് ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ അവർ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറഞ്ഞു പോയതിലെ സങ്കടവും വിഷമവും സ്നേഹവും എല്ലാം ചേർന്നിട്ടാണ് അദ്ദേഹം അവരെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് അവരെ വിളിക്കുന്നത്. അവരെ കുറ്റം വിധിക്കുവാനോ അധിക്ഷേപിക്കുവാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആത്മീയ മക്കളാണ് അവരുള്ള സ്നേഹം അത്രമേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ലിബർട്ടി, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പറയുന്നത്. അവിടെ പറയുന്നത് ഫൂളിഷ്, മെന്റൽ ഡെഫിഷ്യൻസി ഉള്ള, അല്ലെങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസിയിലോട്ട് അവർ കടന്നു പോയിരിക്കുന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, ആർ യു സോ ഫൂളിഷ്, വൈ യു ആർ നോട്ട് യൂസിങ് യുവർ ഹെഡ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറില്ലേ, എന്താ കുഞ്ഞെ നീ ഇങ്ങനെ ചെയ്യുന്നു, നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലേ എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചിലപ്പം സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കള് ഒരു പക്ഷേ സ്നേഹത്തിലാ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ളൊരു യൂസേജിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ആ ഭാഷ തന്നെയാണ് പൗലോസ് ഇവിടെ അവരോട് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും വൈകാരികമായിട്ടാണ് പലരും ആത്മീയ ജീവിതത്തെ കാണുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയും. അവർ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നതായിട്ട് പലരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. ചിലർ പറയും ഇന്നത്തെ ആരാധന വലിയ അനുഗ്രഹമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, വൈകാരികമായി നമ്മൾ ഈ ആത്മീയ ആരാധന അല്ലെങ്കിൽ ആത്മീയതയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, മറ്റൊരു ആരാധന ഇതിനേക്കാൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാറിപ്പോകുവാൻ ഇടയുണ്ട്. നമ്മൾ വചനത്തിൽ വേരൂന്നി നമ്മൾ വസിക്കുന്നില്ലെങ്കിൽ നമ്മളെ തെറ്റിച്ചു കളയുവാൻ ഇടയായിത്തീരും. ഗലാത്യർക്കും അതാണ് സംഭവിച്ചത്. അവരോട് പൗലോസ് വളരെ സത്യസുവിശേഷം പ്രസംഗിച്ച് അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവർ പെട്ടെന്ന് ഇതുപോലുള്ള യഹൂദ മതാനുസാരികൾ, അല്ലെങ്കിൽ പരീശന്മാർ, ജുഡായിസേഴ്സ് കടന്നു വന്ന്, നിങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് രക്ഷ ലഭിച്ചു, അത് നല്ലത് തന്നെയാണ്, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണവും കൂടെ അനുസരിക്കണം, ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗത്തിൽ അതിലേക്ക് മറഞ്ഞുപോയി, മറ്റൊരു സുവിശേഷത്തിലേക്ക്, ദൈവത്താൽ ലഭിച്ച കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് അവർ മറിഞ്ഞു പോയത് കൊണ്ടാണ് പൗലോസ് ഈ ഭാഷ അവരുടെ മുന്നിൽ ഉപയോഗിക്കേണ്ടി വന്നത്. അവരെ അതുകൊണ്ടാണ് ഫൂളിഷ് എന്നൊക്കെ വിളിക്കുവാൻ ഇടയായി തീർന്നത്. പലരും വികാരത്തിന് അടിമപ്പെട്ടിട്ട് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രൊഫൈലിലേക്ക് മാറാനൊക്കെ ആഗ്രഹിക്കും. ഞാൻ ഇത്രത്തോളം ദൈവത്തെ വിളിച്ചു, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് വന്നു, ഇനി എന്താ എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ കുറച്ചും കൂടെ. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്പിരിറ്റിനെ റിന്യൂ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിനെ പുതുക്കുക, അല്ലെങ്കിൽ രൂപാന്തരത്തിലേക്ക് നയിക്കുക. റാദർ ദാൻ ബീയിങ് എ ഹൈ പ്രൊഫൈൽ സ്പിരിച്വൽ ലൈഫിലേക്ക്, ഞാൻ വളരെ ഹൈ സ്പിരിച്വൽ ലൈഫിലേക്ക് പോവുക, ഇതൊന്നും അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ രൂപാന്തരത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അനേക കൾട്ട് ഗ്രൂപ്പുകൾ കടന്നു വരുന്നുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുവാൻ കഴിയും. അവര് നമ്മളെ ഫീൽ ഗുഡ്, അല്ലെങ്കിൽ നമ്മളെ ഒരു നല്ലൊരു ഒരു ഫീലിംഗിലേക്ക് കൊണ്ടുവന്ന് പല ദൈവഹിതമല്ലാത്ത, ദൈവവചനത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങൾ നമ്മളിലേക്ക് അവർ കടത്തിവിടും. അത് നമ്മൾ വൈകാരിക തലത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മൾ വീണു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെ ഗലാത്യർക്കും സംഭവിച്ചത്. അവരെ അത്ര രീതിയിൽ പ്രലോഭിപ്പിച്ച് അവരുടെ ക്ഷുദ്രം ചെയ്ത് മയക്കിയെന്നൊക്കെയാ
നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് അത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആ വേർഡൊക്കെ ഭയങ്കര അത്ര പൗലോസിന് തന്നെ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല. എങ്ങനെ ഇവർ ഇത്രയും ഒട്ടും അവർ മയങ്ങിപ്പോയി, അല്ലെങ്കിൽ അവര് ബ്ലാക്ക് മാജിക് പോലെ അവർക്ക് തന്നെ അറിയാത്തൊരു റലത്തിലേക്ക് അവരെ കൊണ്ടുപോയി മയക്കിക്കളയുന്നു. ദൈവമക്കളെ, ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി ആദ്യകാലത്ത് ഇറങ്ങി തിരിച്ചു, എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ പറയുന്ന പോലെ കാറ്റിനാൽ അലയുന്ന അവരെ പോലെ വചനത്തിൽ നമ്മൾ വേരൂന്നിയില്ലെങ്കിൽ, ആഴത്തിൽ കുഴിച്ച് അല്ലെങ്കിൽ പാറമേൽ വീട് പണിത മനുഷ്യന്റെ വീട് വീണില്ല, എന്നാൽ മണലിന്മേൽ പണിഞ്ഞാൽ തീർച്ചയായും അത് വീഴും. അല്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വചനം വേരൂന്നി കഴിയാത്തത് കൊണ്ടാണ് അവർ പെട്ടെന്ന് മറഞ്ഞു പോയത്. ഇന്നും നമ്മുടെയും ജീവിതത്തിൽ എത്ര ശക്തന്മാരെന്ന് പറഞ്ഞാലും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ പീറ്ററും പോളും അവർ ശക്തന്മാരായ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ പീറ്ററിനെ പോലും തെറ്റിച്ചു കളയാൻ, അല്ലെങ്കിൽ ആ വചനത്തിനോട് നമ്മൾ അത്ര ശക്തന്മാരായി വചനത്തിന് വേണ്ടി വില കൊടുക്കുവാൻ നിന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മളും മറഞ്ഞു പോകാൻ കാരണമായി തീരും. തീർച്ചയായും സത്യവചനത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും അതിനായി നമ്മളെ സമർപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പൊ റിന്യൂ അവർ സ്പിരിറ്റ്, അല്ലെങ്കിൽ റിന്യൂ അവർ മൈൻഡ്, ഇതായിരിക്കണം നമ്മുടെ മുമ്പിൽ നമ്മൾ വെച്ചിരിക്കേണ്ടത്. പോള് ഇത് തന്നെയാണ് പറയുന്നത്. പോള് ഈ 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഹൂ ബിവെച്ച് യു, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ മയക്കി കളഞ്ഞത്, അല്ലെങ്കിൽ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് നിങ്ങളെ ആര്, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷ അനുഭവിച്ചവരാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിച്ചവരാണ്, നിങ്ങളെ വഴി തെറ്റിച്ചത് ആരെന്നാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയെ എങ്ങനെയാ മന്ദമാക്കി കളഞ്ഞത്, എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നുപോയത്? തീർച്ചയായും ഇപ്രകാരം തന്നെയാണ് പല ചെന്നായ്ക്കളെ പോലെ പലർ കടന്നു വരാം, നമ്മളെയും തെറ്റിച്ചു കളയുവാൻ. എന്നാൽ ക്രിസ്തുവിൽ കൂടുള്ള രക്ഷ, യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരും ഇതുപോലെ തന്നെ വന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയും, അവര് പറയുന്നതും സുവിശേഷമല്ലേ, അവര് പാടുന്നതും സുവിശേഷത്തിന്റെ പാട്ടല്ലേ, അവിടെ എന്താ കുഴപ്പം, അവര് പറയുന്നതൊക്കെ കറക്റ്റ് അല്ലേ? അത് തന്നെ അവര് ഇതിനെ ചിലത് കൊണ്ട് പൊതിഞ്ഞ് ചില കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവ വചനത്തിന് വിപരീതമായി പലതിലേക്ക് നമ്മളെ നയിക്കുവാൻ, ഇമോഷണലി നമ്മളെ മറ്റൊരു അത് തന്നെ ഇവിടെ ഒരു ഇമോഷണൽ തലത്തിൽ കൊണ്ടുവന്ന് അവരെ മയക്കി അവരെ അതിൽ നിന്ന് അകറ്റുന്ന, സത്യസുവിശേഷത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്ന മെറ്റഫോറിക്കൽ വേയിൽ പറയുന്നത്, ക്രൂസിഫൈഡ് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു എ പെർഫെക്റ്റ് പോസിറ്റീവ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് കാണുവാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരിക്കലും നിൽക്കുന്ന, നമ്മൾ ആ ഒരു വാക്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റെവലേഷൻസ് ചാപ്റ്റർ 13 വേഴ്സ് 8, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിനു മുമ്പ് ഒരു വാക്യം കൂടെ, റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ് 6, വെളിപ്പാട് 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ട് അതിന് 7 കൊമ്പും സമൃഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. തീർച്ചയായും യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ദ്വീപിൽ 2000 വർഷങ്ങൾക്ക് ശേഷം, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അദ്ദേഹം ആ പത്മോസിൽ ആത്മവിവശനായി കാണുന്ന സമയത്തും അവിടെ പറയുന്നത് 4 ജീവികളുടെ നടുവിൽ അറുക്കപ്പെട്ടത്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടെന്നാ പറയുന്നത്. അപ്പം ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഇപ്പോഴും ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ജോൺ അവിടെ കാണുമ്പോഴും
ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്, അറുക്കപ്പെട്ടതായിട്ട് നിൽക്കുന്നതായിട്ട്. ഇന്നും അല്ല, യേശു ക്രിസ്തു ക്രൂശിതനായി അറുക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി നിൽക്കുന്നല്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് ക്രൂസിഫൈഡ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ. ആ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു വാക്യം കൂടെ വായിക്കാം നമുക്ക്. റെവലേഷൻ ചാപ്റ്റർ 13:8. അതിനകത്ത് പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ അത് എന്നാ? ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. അല്ലെ, അത് കണ്ടിന്യൂസ് പ്രോസസ്സായി 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് ലോകത്തിൽ അത് സംഭവിച്ചു. അപ്പൊ ഇത് എന്നാ? ഇത് കണ്ടിന്യൂസ് ക്രൂസിഫൈഡ്. അത് പോള് മെറ്റഫോറിക്കൽ വേയില് ഗലാത്യരോട് പറയുക, അല്ലെ, അവരുടെ മുമ്പിൽ വരച്ച് കാട്ടി. അവർക്ക് ഇത്ര ശക്തമായി ഇതൊക്കെ അവരോട് അദ്ദേഹം അവിടെ താമസിച്ച് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ശക്തരാക്കി. എന്നാലും ആലോചിച്ച് നോക്കിയേ, ഇത്ര വലിയ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പോലും ഹല്ലേലൂയ അവർ ക്ഷുദ്രം ചെയ്തതുപോലെ മയങ്ങി മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയത് കണ്ട് അല്ലെ തീർച്ചയായും വേദന വരത്തില്ലേ? നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് മറിഞ്ഞ് അല്ലെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം പോലെ തന്നെ ആത്മീയ മക്കളായ ഗലാത്യർക്ക് ഉണ്ടായ ആ മൂല്യച്യുതി കണ്ട് അദ്ദേഹത്തിനും ഉണ്ടായ അല്ലെ ആ വിഷമം. അതാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. അർക്കപ്പെട്ട തീർച്ചയായിട്ടും അല്ലെ. അപ്പം നമ്മുടെ രക്ഷയ്ക്ക് ആധാരം അല്ലെ യേശു ക്രിസ്തുവാണ്. ഇന്നും അല്ലെ യേശു ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായി അവൻ ഇന്നും അനേകർക്ക് വേണ്ടി രക്ഷയായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതം മാത്രം ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ അല്ല, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ രക്ഷ ഹല്ലേലൂയ അവർക്ക് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ഹാബേലിനേക്കാൾ ഗുണകരമായി ഹല്ലേലൂയ സംസാരിക്കുന്ന പുണ്യാഹ രക്തം അത് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മളെയും സഹായിച്ചുവല്ലോ. പിന്നെ രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത്, ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് ബൈ ഒബ്സർവിങ് the same rules? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ രണ്ടാമത്തെ വാക്യം പറഞ്ഞാൽ, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? തീർച്ചയായും അവർ ആത്മാവിനെ പ്രാപിച്ചവരായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം കേട്ടാണ് അവർക്ക് ആത്മാവിനെ ലഭിച്ചത്. അത് പൗലോസ് അവിടെ ചോദ്യമായി ചോദിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ഈ യഹൂദന്മാർ അല്ലെങ്കിൽ ഈ മതാനുസാരികൾ വന്ന് പറഞ്ഞ ന്യായപ്രമാണം നിങ്ങൾ കേട്ടിട്ടാണോ നിങ്ങൾക്ക് ഹല്ലേലൂയ ആത്മാവിനെ ലഭിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ദാനമാണ് പരിശുദ്ധ. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവെന്ന് അദ്ദേഹം വളരെ ശക്തമായി ഇവിടെ പറയുന്നു. മൂന്നാമത് ചോദിക്കുന്നു, ആർ യു ബീയിങ് പെർഫെക്റ്റഡ് ബൈ ദ ഫ്ലഷ്? നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡത്തിൽ അല്ലെ അതിനെ തീർക്കുവാൻ നിങ്ങൾ നോക്കുന്നു എന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നു? ഇതെല്ലാം വെറുതെ അനുഭവിച്ചു. അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ടായിട്ട് പിന്നെയും ചോദിക്കുക, നിങ്ങൾ ആത്മാവിൽ നിങ്ങൾ ഇതൊക്കെ ആരംഭിച്ചു, എന്നിട്ട് നിങ്ങൾ ജഡം കൊണ്ട് പൂർത്തീകരിക്കുവാനാണോ നിങ്ങൾ നോക്കുന്നത്? അല്ലെങ്കിൽ കൃപയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ടു, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇനിയും ഹല്ലേലൂയ അതിനെ ആ ലഭിച്ച സന്തോഷത്തെ ഇപ്രകാരം ജഡത്തിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയുവാനാണോ നിങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു, 4ഉം 5ഉം വാക്യങ്ങൾ പറയുന്നത് അല്ലെ ആത്മാവിനെ നിങ്ങൾക്ക് വീര്യപ്രവർത്തികൾ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? അവരോട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക, അല്ലെ ആ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടാണോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റെടുത്ത് ആ വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ട് ആ വീര്യപ്രവൃത്തികളാണ് നിങ്ങളുടെ ഇടയിൽ നടന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം കേട്ടിട്ടല്ല
ഈ പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ അവർ കടന്നു വന്നു. ഇന്നും അത് തന്നെ നടക്കുന്ന ക്രിസ്തു ക്രൂശിൽ സർവ്വതും നിർവഹിച്ചു. അവിടെ ഇനി ഒന്നും മറ്റുള്ളവർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വിശ്വാസത്താൽ അത് നമ്മൾ സൗജന്യമായി പ്രാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ചെയ്യുവാനുള്ള, നമ്മൾ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ആഡ് ചെയ്യുവാൻ, വചനത്തോട് കൂട്ടുവാൻ നമുക്ക് നമ്മളെ ദൈവം അനുവദിക്കുന്നില്ല. വചനം വചനത്തിന്റെ വള്ളി പുള്ളി അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ നോക്കുന്നതിന് പകരം മറ്റുള്ള ചിലതും കൂടെ ആഡ് ചെയ്ത് ആ സന്തോഷം, ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ നിന്ന് അനേകരെ മാറ്റിക്കളയുന്ന അവസ്ഥകളാണ് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഗലാത്യൻസ് 3:6-25 കടന്നു വരുവാണെങ്കിൽ അവിടെ ലോ ആൻഡ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ദ പ്രോമിസ് ഓഫ് ഏബ്രഹാം, അബ്രഹാമിൽ കൂടെയുള്ള അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈ 1-5 നമ്മൾ മനസ്സിലാക്കുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് റൈറ്റ്സസ്നെസ് ത്രൂ ഫെയ്ത്ത്, ബ്ലെസ്സിങ് ഓഫ് ഹോളി സ്പിരിറ്റ് ത്രൂ ഫെയ്ത്ത്. വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ഫെയ്ത്തിൽ കൂടെ കിട്ടുന്ന അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഫെയ്ത്തിൽ കൂടെ കിട്ടുന്ന നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങളുമാണ് നമ്മൾ 1-5 നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തുടർന്ന് അദ്ദേഹം അബ്രഹാമിൽ കൂടെയുള്ള വാഗ്ദത്തങ്ങളിലേക്ക് എങ്ങനെയാണ് പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോയി അവരെ അബ്രഹാമിന് എങ്ങനെയാണ് ഈ വാഗ്ദത്തങ്ങൾ ലഭിച്ചതെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിൽ രക്ഷ ലഭിക്കുന്നതിന് ന്യായപ്രമാണം മുഴുവൻ ആചരിക്കണം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് ലഭിക്കുമെന്ന്. എന്നാൽ പഴയ നിയമത്തിലെ പഠിപ്പീര് അത് നമ്മൾ കേട്ടിരിക്കുന്നത് തെറ്റാണ്. പഴയ നിയമത്തിലും വിശ്വാസത്താലാണ് രക്ഷ എന്ന് പോള് ഇവിടെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നില്ല. പോള് പറയുന്നത് നിയമവാദികൾ അല്ലെങ്കിൽ ജുഡൈസേഴ്സ് വന്ന് പറഞ്ഞത് ന്യായപ്രമാണം കൂടെ അനുസരിച്ചെങ്കിലേ നിങ്ങൾക്ക് രക്ഷ ലഭിക്കത്തുള്ളതാണല്ലോ. എന്നാൽ അദ്ദേഹം പറയുന്നത് അബ്രഹാമിന് എങ്ങനെയാണ് വാഗ്ദത്തം ലഭിച്ചത്? അബ്രഹാമിന് വാഗ്ദത്തം ലഭിക്കുന്നത് ന്യായപ്രമാണം കടന്നു വരുന്നതിന് മുമ്പാണ്. ന്യായപ്രമാണം കടന്നു വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതെന്ന് അവരുടെ മുമ്പിൽ അവർക്ക് വളരെ ശക്തമായി പറഞ്ഞു കൊടുക്കുന്നു. അബ്രഹാം ന്യായപ്രമാണത്തിൽ കൂടിയല്ല അദ്ദേഹത്തിന് വാഗ്ദത്തം ലഭിച്ചത്. അദ്ദേഹം ഇന്ന് നമ്മൾ വിശ്വാസത്താൽ രക്ഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത് പോലെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അന്ന് ന്യായപ്രമാണം ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ജുഡൈസേഴ്സ് വന്ന് നിങ്ങളെ പരിച്ഛേദന കഴിപ്പാനും മാസങ്ങളും കാലങ്ങളും ആചരിക്കുവാനും ഒക്കെ നിങ്ങളോട് പറയുന്നത് അത് തെറ്റാണെന്ന് അദ്ദേഹം അബ്രഹാമിനെ കൊണ്ടുവന്ന് അബ്രഹാമിന് എങ്ങനെയാണ് നീതി ലഭിച്ചതെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം 15 ജെനസിസ് ചാപ്റ്റർ 15:6 അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അദ്ദേഹം സാൽവേഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിനും ലഭിച്ചത്, അല്ലെങ്കിൽ ആ നീതീകരണം അദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചുവെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. തീർച്ചയായും ഇവിടെ പറയുന്നത് ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല. അബ്രഹാം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പാണ്
ഏബ്രഹാം അല്ലെ നീതീകരിക്കപ്പെടുന്നത്. അദ്ദേഹം പരിച്ഛേദന ഏൽക്കുന്നതിന് 14 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് അല്ലെ വിശ്വാസത്താലുള്ള നീതീകരണം ലഭിച്ചതെന്ന് പറയുന്നത്. നമ്മൾ ജൂയിഷ് ട്രഡീഷനിൽ ഈ ലോ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അറൌണ്ട് 613 ലോസ് ഉണ്ട്. ഈ 613 ന്യായപ്രമാണവും അനുസരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി നീതീകരിക്കപ്പെടത്തുള്ളൂ. അവിടെ പറയുന്നത് 248 പോസിറ്റീവ് കമാൻഡ്മെന്റ്സ് ഉണ്ട്. അത് പറയുന്നത് ആക്ഷൻസ് ടു പെർഫോം, അത് പെർഫോം ചെയ്യാനുള്ള ആക്ഷൻസ് ആണ് 248 പോസിറ്റീവ് കമാൻഡ്മെന്റ്സ്. പിന്നെ 365 നെഗറ്റീവ് കമാൻഡ്മെന്റ്സ് ഉണ്ട്, ആക്ഷൻസ് ടു അവോയ്ഡ്, ചെയ്യാതിരിക്കേണ്ട നോംസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അല്ല ഒരു വ്യക്തി ന്യായപ്രമാണത്തിന് കീഴിൽ അല്ലെ നീതീകരിക്കപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ ഒന്നിൽ തെറ്റിയാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. അത് ജെയിംസ് ചാപ്റ്റർ 2:10 പറയുന്നുണ്ടല്ലോ. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ജെയിംസ് ചാപ്റ്റർ 2:10. അവിടെ പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴ് ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ പാലിച്ചിട്ടും വായിക്കും. ഒരുവൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. തീർച്ചയായും അവിടെ പറയുന്നു, ഒരു കാര്യത്തിൽ തെറ്റിയാൽ അവൻ ഇത്രയും കാര്യങ്ങൾ അവൻ അത്രയും ചെയ്തിട്ട്, അതുകൊണ്ട് പോൾ വളരെ ശക്തനായ ഒരു പരീശനായിരുന്നു. ക്രിസ്ത്യൻ മതത്തെ തന്നെ നശിപ്പിക്കുവാൻ നടന്നതാണ് വളരെ സെലസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വളരെ ശക്തമായി മനസ്സിലായി ഈ ന്യായപ്രമാണം മുഴുവൻ പ്രമാണിച്ച് ദൈവിക രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ അവരെ പ്രബോധിപ്പിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഒന്നിൽ തെറ്റിപ്പോയാൽ അവൻ ശാപഗ്രസ്തനായി തീരുന്നു എന്ന് പറയുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നു. മരത്തിൽ തൂങ്ങുന്നവനൊക്കെയും ശാപഗ്രസ്തൻ എന്ന് പറയുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാ? ഈ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു നമ്മളെ ആ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. ന്യായപ്രമാണത്തിന്റെ ആ ചട്ടക്കൂടിലായിരുന്ന യഹൂദ ജനത്തെ, അല്ലെങ്കിൽ ആ യഹൂദ ജനത്തിൽ നിന്ന് തിരികെ നമ്മളിലേക്ക് കടന്നാലും നമ്മൾ യഹൂദ മതം അനുസരിച്ചാലും ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഈ ചട്ടക്കൂടിൽ ഒരു പ്രിസണിനകത്ത് കിടക്കുന്ന പോലുള്ള അവസ്ഥകളായിരുന്നു. എന്നാൽ അവിടെ പറയുന്നു അബ്രഹാമിൽ കൂടെയുള്ള ലഭിച്ച ആ നന്മയെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. 14-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. തീർച്ചയായും അബ്രഹാമിനുള്ള അനുഗ്രഹം യേശുക്രിസ്തുവിൽ കൂടി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. അപ്പൊ തീർച്ചയായും നമുക്ക് ആത്മാവിനെ നൽകിയത്, അല്ലെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ത്രൂ ഏബ്രഹാം, ഏബ്രഹാമിൽ കൂടെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹമാണ്. അല്ലെങ്കിൽ അത് യേശുക്രിസ്തുവിൽ കൂടി ഏബ്രഹാം വിശ്വാസത്താൽ യേശുക്രിസ്തുവിൽ കൂടി ആത്മാവെന്ന ദാനം നമുക്ക് നൽകപ്പെട്ടു. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ us. പിന്നെ നമ്മൾ 15-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 15:1 ഓൺവേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് കടന്നു വന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് ആ ഉടമ്പടി ദൃഢമാകുന്നത്. പഴയ നിയമകാലത്ത് 2 മനുഷ്യർ ചേർന്ന് ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ മൃഗങ്ങളെ കൊണ്ടുവരും. മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിനെ അറുക്കും. അതിനെ അറുത്ത് അതിന്റെ രക്തം അവിടെ ചാലുപോലെ കിടക്കുമായിരിക്കും. പല മൃഗങ്ങളെ അറുക്കും. അതിന്റെ ഇടയിൽ കൂടെ അവർ നടക്കും. അവർ രണ്ടുപേരും നടക്കും. ആ നടന്നു കഴിയുമ്പോഴാണ് ആ കവനന്റ് ദൃഢമാകുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ മൃഗം അറുക്കപ്പെട്ടു, അതിന്റെ ഇടയിൽ കൂടെ അവർ നടന്ന്, അത് കാണിക്കുന്നത് ഇതിൽ ഈ 2 പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഉടമ്പടി തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ മൃഗത്തെ പോലെ
അവരും പിളരുവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഉടമ്പടി ദൃഢമാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമുക്കറിയാം, അബ്രഹാം പിളർന്നു. ഇതൊക്കെ പിളർന്നു കഴിഞ്ഞിട്ട് അബ്രഹാം ഉറങ്ങിപ്പോയി. എന്നാൽ യേശു ക്രിസ്തു ദൈവം അതിന് ഇടയിലായിട്ട് നടന്നതായിട്ട് കാണുവാൻ കഴിയും. അതിന്റെ 15-ാം അധ്യായം, അതിന്റെ ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 17-18 ഒന്ന് വായിക്കാമോ? സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവിൽ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഒരു ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മേന്യർ, ഹിത്യർ, പെരിസ്യർ, അവിടെ അങ്ങനെ ഒരു വാഗ്ദത്തം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പന്തം കടന്നുപോയെന്ന് പറയുന്നത് ദൈവമാണ് അവിടെ കടന്നുപോയത്. അവിടെ ഒറ്റയ്ക്ക് ഏകൻ, അല്ലെങ്കിൽ ദൈവം തന്നെയാ ആ കവനൻ ഉണ്ടാക്കിയത്. അവിടെ അബ്രഹാമിന് ഒരു പാർട്ടും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഏകൻ തന്നെ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഏകൻ കർത്താവ് ദൈവം തനിച്ചാണ് അവിടെ ആ കവനൻ ഉണ്ടാക്കിയത്. അബ്രഹാമിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അത് പറയുന്നു, അബ്രഹാമേ, ദൈവം ഇന്ന് നമ്മളോടും പറയുവാൻ ആഗ്രഹിക്കുന്ന, അബ്രഹാമിനോട് അന്ന് പറഞ്ഞത്, അബ്രഹാമേ 430 വർഷങ്ങൾക്ക് ശേഷം, ഹല്ലേലൂയ, അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാനത് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, 430 വർഷങ്ങൾക്ക് ശേഷം, ഹല്ലേലൂയ, നിങ്ങൾ അടിമത്തത്തിലേക്ക് കടന്നു പോകും, നീയും നിന്റെ ജനം, അല്ലെങ്കിൽ നിന്റെ മക്കൾ. അബ്രഹാം ആ ചെയ്ത തെറ്റുമൂലം അബ്രഹാം 430 വർഷങ്ങൾ അടിമത്തത്തിലേക്ക് പോകും. എന്നാൽ അവിടെ പറയുന്നത്, അതിനുശേഷം ന്യായപ്രമാണം കടന്നു വരും. എന്നാൽ ഞാനും നീയും തമ്മിലുള്ള ഈ ഉടമ്പടി അതിലൂടെ നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. അതിന് നീ ഒന്നും ചെയ്യേണ്ട. നീ ന്യായപ്രമാണം അനുസരിച്ചാലും അനുസരിച്ചില്ലേലും നിന്നാൽ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ കഴിവുകൊണ്ടല്ല, അബ്രഹാം ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടല്ല. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അബ്രഹാമിന് അന്ന് നീതി ലഭിച്ചത്, അല്ലെങ്കിൽ അബ്രഹാം വിശ്വാസത്താൽ ഏറ്റെടുത്തു, അത് നീതിയായി കണക്കിട്ടു. ന്യായപ്രമാണമല്ല അവനെ നീതീകരിച്ചത്, ദൈവം അവനെ നീതിയായി കണക്കിട്ടു. ഇന്നും അതിനു വേണ്ടിയിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ആ അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. അവനിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അന്ന് വിശ്വസിച്ചു. അതിന് പരമയാഗമായി ജെനസിസ് ചാപ്റ്റർ 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തലയെ തകർക്കുമെന്ന്. അത് സംഭവിച്ചു. അത് അന്നേ പറഞ്ഞു ഏകൻ യേശു ക്രിസ്തു അന്നേ അറുക്കപ്പെട്ട കുഞ്ഞാട് ആ വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം അത് ഏറ്റെടുത്തു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം വാഗ്ദത്തത്തിന് അനുകാരിയായി തീർന്നത് അദ്ദേഹം ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടല്ല. ന്യായപ്രമാണം വരുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ്, താൻ പരിച്ഛേദന ഏൽക്കുന്നതിന് 14 വർഷം മുമ്പ് താൻ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ അദ്ദേഹം വാഗ്ദത്തത്തിന് അനുകാരിയായി തീർന്നു. അതാ ഗലാത്യരോട് പറയുന്നത്, ഗലാത്യരെ, ബുദ്ധികെട്ട ഗലാത്യരെ, നിങ്ങൾ രക്ഷയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ലഭിച്ചത്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് ഈ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ കൂടെയുള്ള നിത്യരക്ഷ, അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതുകൊണ്ട് ആ രക്തം ഇന്നും ഗുണകരമായി, ആബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായും അബ്രഹാമിലൂടെ ആ വാഗ്ദത്തത്തിന് അനുകാരികളായി നമ്മളും തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് ന്യായപ്രമാണമല്ല, ന്യായപ്രമാണത്തിന് കീഴിലല്ല നമ്മൾ ഈ രക്ഷയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. സമയം മുന്നോട്ട് കടന്നു പോയല്ലോ. ലാമെന്റേഷൻസിൽ വായിക്കുന്നല്ലോ, ഹല്ലേലൂയ, അവന്റെ ദയ പുതുക്കി വരുന്നതാണ്. ആ നിയമത്തിന് നമ്മളും അനുകാരികളായി തീർന്നു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അത് വിശ്വാസത്താൽ ഏറ്റെടുത്ത ദൈവ പൈതലേ, നീയുമായ ഒരു ഉടമ്പടി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. ആ ഉടമ്പടി ഉള്ളത് കൊണ്ടാണ്
നാം നശിച്ചു പോകാതിരിക്കുന്നത് ശത്രു എത്രയോ തവണ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതാണ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ നമുക്ക് ചിലപ്പോൾ ബാലശിക്ഷകളൊക്കെയും ദൈവം തന്നിരിക്കാം. അത് മക്കളെങ്കിലോ അവകാശികൾ അല്ല മക്കളെ ശിക്ഷണം ചെയ്ത് നടത്തും. എന്നാൽ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ നിത്യ നിയമമാണ്. ഒരു ദൈവ വൈതലുമായി അബ്രഹാമിനോട് ചെയ്തതുപോലെ ആ നിത്യ നിയമം, ആ നിത്യ ഉടമ്പടി നമ്മളോട് ചെയ്തിട്ടുണ്ട്. ആ രക്ഷയിൽ നിന്ന് ആരും നമ്മളെ പറിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആരും നമ്മളെ അത് എടുത്തു കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തീർച്ചയായും ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കും. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിലൂടെ ഇന്നും അനേകർ ഏകൻ കർത്താവ് യൂണിലാറ്ററൽ ആയിരുന്നു ആ കോൺട്രാക്ട്. അത് ഒറ്റയ്ക്ക് ദൈവം തന്നെ ആ ഉടമ്പടി ചെയ്തു. അബ്രഹാമിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം ആ ഉടമ്പടിയിൽ ഉറങ്ങിപ്പോയി. എന്നാൽ കർത്താവ് ദൈവം അവിടെ ആ ഉടമ്പടി സ്ഥാപിതമാക്കി. അത് ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ആ വാഗ്ദത്തിന് നമ്മളും അനുകാരികളായി തീരുവാൻ കാരണം ഹല്ലേലൂയ കർത്താവ് വിശ്വസ്തൻ. കർത്താവിന്റെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ നിന്ന് ദൈവത്തിന് മാറുവാൻ കഴിയത്തില്ല. അവൻ അചഞ്ചലനാണ്. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അബ്രഹാമിനോട് അന്ന് വാഗ്ദത്തം ചെയ്തു, ഇന്നും നമ്മൾ അത് അനുകരിക്കുന്നു. അതിന് നമ്മൾ അനുകാരികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പലപ്പോഴും അകന്നു പോയിട്ടുണ്ട്. പല തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ അവന്റെ വചനപ്രകാരം അവൻ ആഗ്രഹിക്കുന്ന അളവിൽ ആ മൈൻഡ് റിന്യൂ ആയി ഹല്ലേലൂയ ഓരോ ദിവസവും മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ഹല്ലേലൂയ കർത്താവിനോട് അനുരൂപപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുന്ന. അടുത്ത ആഴ്ച നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്.